ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യതയിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലാസ്റ്റ് ചാപ്റ്ററിലെ ഉപഭോക്താക്കൾക്കുള്ള അവകാശങ്ങൾ എപ്പോഴും ചോദിക്കും. ഓരോ കൺസ്യൂമേഴ്സിനുള്ള റൈറ്റ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇതിൽ കാണുന്ന പോലെ നമുക്ക് 6 അവകാശങ്ങളാണ് നമുക്കുള്ളത്. അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പരാതിപ്പെടുവാനുള്ള അവകാശം, പരാതി പരിഹരിക്കപ്പെടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഇതാണ് 6 കൺസ്യൂമർ റൈറ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ഓരോ കൺസ്യൂമർ റൈറ്റ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പുതുക്കി വന്നിട്ടുണ്ട്, 2019 ആയിട്ടുണ്ട്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമ്മളെപ്പോലുള്ള ഓരോ കൺസ്യൂമേഴ്സിനും 6 അവകാശങ്ങളാണുള്ളത്. മെയിനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ അവകാശമാണ് എന്ത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു സേഫ്റ്റി. ഇപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല പ്രൊഡക്റ്റുകളും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരിക്കലും അപകടകരമായതാവരുത്, അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരായതോ ഒന്നും ആവാനായിട്ട് പാടില്ല. അപ്പോൾ പല ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിലും എന്തുണ്ട്? ലാബലുകളിലും മറ്റും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കുട്ടികളിൽ നിന്ന് മാറ്റി സൂക്ഷിക്കുക, ആരോഗ്യത്തിന് ഹാനികരം ആ പ്രൊഡക്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഈ നിയമത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതേണ്ടി വന്നത്. അപ്പോൾ സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തിൽ എന്താ പറയുന്നത്? ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനോ അത് നമ്മുടെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഹാനികരമായിട്ട് വന്നു ചേരാൻ പാടില്ല. അത് സുരക്ഷിതത്വത്തിനുള്ളൊരു അവകാശം നമ്മളെപ്പോലുള്ള ഓരോ കൺസ്യൂമേഴ്സിനും ഉണ്ട്. രണ്ടാമത്തെ അവകാശമാണ് അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ പദാർത്ഥങ്ങൾ, ഇൻഗ്രീഡിയൻസ്, ഉൽപ്പാദിപ്പിച്ച രീതി എങ്ങനെയാണ്, അതിൻ്റെ വില എന്താണ്, എത്ര അളവുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നമ്മളെപ്പോലുള്ള ഓരോ കൺസ്യൂമേഴ്സിനും എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷവശങ്ങൾ, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പാക്കേജിങ്ങിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അറിയുവാനുള്ള അവകാശം ഓരോ കൺസ്യൂമേഴ്സിനും ഉണ്ട്. അടുത്തത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണ് മൂന്നാമത്തെ അവകാശം, റൈറ്റ് ടു ചൂസ്. അപ്പോൾ ലഭ്യമായ ഉൽപ്പന്നങ്ങളിൽ ഉപഭോക്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അത് നമുക്കുള്ള അവകാശമാണ്. അത് ഈ ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ഏതൊരു കച്ചവടക്കാരനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നം വാങ്ങുവാൻ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പരാതിപ്പെടുവാനുള്ള അവകാശം. പരാതിപ്പെടുവാനുള്ള അവകാശം മീൻസ് റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ആ ഉൽപ്പന്നത്തിന് എതിരെ എന്ത് കൊടുക്കാം? നമുക്ക് ഒരുപാട് കൺസ്യൂമർ കോടതികളുണ്ട്, അവിടെ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെട്ടാൽ, നമ്മൾ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാർത്തകളും കണ്ടിട്ടുണ്ട്, ഓരോ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള അപകടങ്ങൾ വന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്റ്റ് തരിക, മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റ് എന്താ പറയുക, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റ് തരിക, അല്ലെങ്കിൽ തൂക്കത്തിൽ വ്യത്യാസം വരും. അങ്ങനെ പലതരത്തിൽ നമ്മൾ പറ്റിക്കപ്പെടാം. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യാതെ വരുമ്പോഴൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? പരാതിപ്പെടുവാനുള്ള അവകാശമുണ്ട്. അതാണ് പരാതിപ്പെടുവാനുള്ള അവകാശത്തിൽ പറയുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് പരാതി പരിഹരിക്കപ്പെടാനുള്ള അവകാശം. ഇപ്പോൾ നമ്മൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും ഓരോ കോടതികളിൽ, കൺസ്യൂമർ കോടതികൾ. അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തിനാണോ നമ്മൾ കേസ് കൊടുത്തത്, ഇനി കേടുപാടുകൾ തീർത്ത് തരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കിട്ടാൻ, ഉൽപ്പന്നം മാറ്റി കിട്ടാൻ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്തി കിട്ടാനൊക്കെ ഓരോ ഉപഭോക്താവിന് എന്തുണ്ട്? അവകാശമുണ്ട്. ഇനി അടുത്തതാണ് എന്ത്? ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത് നമ്മുടെ ഒരു റൈറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ പഠിക്കുന്നത്.
അപ്പോൾ എന്താ അതിൽ പറയുന്നത്, ഉപഭോക്താവിന് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പരാതികൾക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ശരിയായ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമാണിത്. വിവിധ സർക്കാർ അതുപോലെ തന്നെ സർക്കാരിതര ഏജൻസികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്കിൽ അതൊക്കെ വന്നതൊക്കെ എന്താണ്, ആസ് എ പാർട്ട് ഓഫ് ദിസ് ആക്ട്, ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മളെപ്പോലുള്ള ഓരോ കൺസ്യൂമേഴ്സിനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 6 അവകാശങ്ങൾ ഏതൊക്കെയാണ്? 6 അവകാശങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാം. എന്താണ്? അറിയുവാനുള്ള അവകാശം, പിന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പരാതിപ്പെടുവാനുള്ള അവകാശം, പരാതി പരിഹരിക്കപ്പെടുവാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സുരക്ഷിതത്തിനുള്ള അവകാശം. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്ത് ചെയ്യണം? ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ, ഉപഭോക്തൃ അവകാശങ്ങൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോ ഉപഭോക്താക്കൾക്കും ഒരു പ്രൊഡക്റ്റുകളോ സേവനങ്ങളോ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അവകാശങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്